അർജുൻ നമ്മുടെ തൊട്ടരികെ ഒരു കയ്യകലത്ത് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷിപ്പിക്കുന്ന വളരെ ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത. ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതെ അർജുനായുള്ള തിരച്ചിൽ ഇന്ന് 10ാം ദിവസമാണ്. വെള്ളത്തിനടിയിലുണ്ടെന്ന് സ്ഥിരീകരിച്ച ട്രക്ക് കണ്ടെത്താൻ ദൗത്യസംഘം ഗംഗാവലി പുഴയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങി പരിശോധിക്കും. ഡ്രോൺ ഉൾപ്പെടെയുള്ള അത്യാധുനിക ഉപകരണങ്ങൾ എത്തിച്ചായിരിക്കും പരിശോധന നടത്തുക. ദൗത്യത്തിനായി സൈന്യം ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി. പുഴയിലെ ശക്തമായ അടിയൊഴുക്ക് സ്കൂബ ടീമിന് വെല്ലുവിളിയാകുന്നത്. വിശദാംശങ്ങളുമായി AK അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, ഇന്ന് ഏറ്റവും സുപ്രധാനപ്പെട്ട നിർണായകമായ ദിവസമാണ്. അർജുൻ ഏറ്റവും നമ്മുടെ തൊട്ടരികിലുണ്ട് എന്നുള്ളതാണ്. ലോറി ഉൾപ്പെടെ നമ്മൾ കണ്ടെത്തി. ഒപ്പം ഇന്ന് പ്രദേശത്ത് നടക്കുന്ന റിവർ ബെഡ് ഒരുക്കുക എന്നുള്ളൊരു ഘട്ടം, അത് ഏത് ഘട്ടത്തിൽ റിവർ ബെഡ് ഒരുക്കാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ ഏത് ഘട്ടത്തിലായി? ഒപ്പം പ്രദേശത്ത് മഴയുടെ സാഹചര്യം എന്താണ്? എപ്പോഴാകും ഡ്രോൺ എത്തിക്കുക ഈ ശിരൂരിലേക്ക്? അതായത് എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കിയാണ് ഇന്നിപ്പോൾ ആർമി ഈ രക്ഷാദൗത്യം ഏകോപിപ്പിക്കുന്നത്. അതിനാവശ്യമായ എല്ലാ ഉപകരണങ്ങളും ഇതിനകം തന്നെ എത്തിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അർജുനെ പുറത്തെത്തിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം മാത്രമാണ് ട്രക്ക് പുറത്തെത്തിക്കുക എന്നുള്ളത്. അതിനാവശ്യമായ ക്രമീകരണങ്ങളൊക്കെ ഇതിനകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. കാലാവസ്ഥ അനുകൂലമാവുകയാണെങ്കിൽ ഏതാണ്ട് ഉച്ചയോടുകൂടി തന്നെ ഈ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാലും വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയിലേക്ക്, ഒരു കാര്യങ്ങളിലേക്കൊക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായ പ്ലാൻ ഇന്നലെ നമ്മൾ കണ്ടു. സൈന്യത്തിന്റെ ഭാഗത്ത് ഓരോ കാര്യങ്ങളിലും കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു. എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ ബോധ്യമുണ്ടായിരുന്നു. ഏത് പ്രതിസന്ധി വന്നാലും അതിലെങ്ങനെ മറികടക്കണം എന്നുള്ള കൃത്യമായ വിചാരമുണ്ടായിരുന്നു. ആ രീതിയിലുള്ള ഒരു തെരച്ചിലായിരുന്നു ഇന്നലെ നടത്തിയത്. പ്രത്യേകിച്ച് ഇന്നലെ ബൂം എക്സ്കവേറ്റർ അടക്കം കൊണ്ടുവന്ന് നടത്തിയ പരിശോധന നമുക്ക് നമ്മുടെ മുന്നിലുണ്ട്. കാരണം മുന്നൊരുക്കത്തോടു കൂടിയായിരുന്നു ആ പരിശോധനയൊക്കെ നടന്നത് എന്നുള്ളതാണ്. ഏതാണ്ട് ഈ പുഴയിൽ ഏതാണ്ട് 30 മീറ്റർ അകലെ 15 മീറ്റർ ആഴത്തിലാണ് ഈ ട്രക്ക് ഉള്ളതെന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. നദിയിൽ വലിയ തരത്തിൽ കുത്തൊഴുക്കുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സ്കൂബ ഡൈവേഴ്സിനെ ഇറക്കി നദിയിൽ ആദ്യം പരിശോധന നടത്തേണ്ടതുണ്ട്. പ്രധാനമായും ഈ ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. അർജുൻ ഉണ്ടെങ്കിൽ അർജുനെ ആദ്യം കരയ്ക്ക് എത്തിക്കുക എന്നുള്ള ഒരു കാര്യമായിരിക്കും ചെയ്യുക. അതിനാവശ്യമായി ആദ്യം ഡീപ് ഡൈവേഴ്സ് അടക്കം പുഴയിലേക്ക് ഇറങ്ങിക്കൊണ്ട് അർജുനെ പുറത്തെത്തിക്കും. അതിനുശേഷമായിരിക്കും ട്രക്ക് എത്തിക്കുക. ട്രക്ക് മുകളിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായ എല്ലാ ബർത്തുകൾ അടക്കം, റിവർ ബർത്ത് അടക്കം ഇതിനകം തന്നെ ഒരുക്കേണ്ടതുണ്ട്. ഇത് ഒരുക്കിയതിനു ശേഷം കൂടുതൽ ശക്തമായ ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ച് വേണം ഇതിനെ പുറത്തേക്ക് എത്തിക്കാൻ, ട്രക്കിനെ എത്തിക്കാൻ. അതിനാദ്യം തന്നെ ട്രക്കിനെ ബന്ധിക്കേണ്ടതുണ്ട്. അതിനുശേഷം ഹൂക്ക് ചെയ്തതിനു ശേഷമായിരിക്കും പുറത്തേക്ക് എത്തിക്കുക. ഇതിന് അവിടെ റിക്കവറി വാൻ അടക്കമുള്ള വാഹനങ്ങൾ ഇതിനകം തന്നെ എത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഡ്വാൻസ്ഡ് ഡ്രോൺ ബേസ്ഡ് ഇന്റലിജന്റ് അണ്ടർഗ്രൗണ്ട് ബെറീഡ് ഒബ്ജക്ട് ഡിറ്റക്ടർ എന്നുള്ള ഉപകരണം 11 മണിയോടുകൂടി നിരീക്ഷണം ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ദ്രാപാലിനടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്, ദുരന്ത ഭൂമിയിൽ എത്തിയിട്ടുണ്ട്. ഇന്ദ്രാപാലിനടക്കമുള്ള ആളുകൾ ചേർന്നുകൊണ്ടുള്ള ഒരു ഏകോപനമായിട്ടും ഈ ഘട്ടത്തിൽ ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 30 മീറ്റർ അകലെ വരെ ഈ പുഴയ്ക്ക് അടിയിൽ നിരീക്ഷണം നടത്താൻ കഴിയുന്ന ഒരു ഉപകരണമാണ് ഈ റഡാർ ബേസ്ഡ് സിസ്റ്റം. അതുകൊണ്ട് തന്നെ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ലോറിയുടെ പൊസിഷനിങ് അടക്കം കണ്ടെത്തിക്കൊണ്ടുള്ള ഒരു രീതിയായിരിക്കും, ഒരു പുറത്തെത്തിക്കാനുള്ള ശ്രമമായിരിക്കും ആദ്യഘട്ടത്തിൽ നടക്കുക. ഏതായാലും കാലാവസ്ഥ ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നുണ്ട്. കാരണം രാവിലെ മുതൽ ചാറ്റൽ മഴ തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലെ ഉച്ചയോടുകൂടി ആരംഭിച്ച മഴയ്ക്ക് നേരിയ ശമനം മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ നദിയിൽ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുന്നു. കുത്തൊഴുക്ക് അതേ നിലയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇന്നൊരു ശുഭപ്രതീക്ഷ, അതായത് ശുഭകരമായ ഒരു വാർത്ത നമുക്ക് ഉച്ചയോടുകൂടി തന്നെ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. അഭിലാഷ്, മറ്റൊരു കാര്യം, ഈ അടിയൊഴുക്ക് ശക്തമായത് തന്നെയാണ് ഇന്നലെ സ്കൂബ ടീം നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ഇന്നലെ മേജർ ജനറൽ പറയുകയുണ്ടായി, ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും നിർണായകമാകുക ഈ സ്കൂബ ഡൈവേഴ്സിന്റെ സഹായം തന്നെയാകും. അവരിറങ്ങി പരിശോധന നടത്തുക, ഒപ്പം റഡാർ സംവിധാനം ഉപയോഗിച്ച് കൃത്യമായി ലോറി എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഘട്ടമാണ് ആദ്യഘട്ടമായി ഇവർ കരുതുന്നത്. ഒപ്പം തന്നെ ഈ സ്കൂബ ടീം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് അതീവ സാഹസികമായ ഒരു ഘട്ടമാണെന്ന് പറയുന്നു. ഒപ്പം മണ്ണിനടിയിൽ, പുഴയ്ക്കടിയിലുള്ള ഡെബ്രിസ് ഉൾപ്പെടെ ഇവർക്ക് ഈ സ്കൂബ ടീമിന് വലിയ വെല്ലുവിളിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രദേശത്തേക്ക് അതിനുള്ള സജ്ജീകരണങ്ങൾ, ക്രമീകരണങ്ങൾ, മെഡിക്കൽ സംവിധാനങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ടോ? എന്തായാലും ഇന്ന് 9:30 തന്നെ ഡ്രോൺ എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 10 മണിയോടെ തന്നെ ഈ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ തുടക്കമാകുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള മെഡിക്കൽ സഹായങ്ങൾ, സംവിധാനങ്ങളൊക്കെ സജ്ജമാക്കുന്നുണ്ടോ നിലവിൽ?
മുഴുവൻ സജ്ജീകരണങ്ങളും തയ്യാറാണ്. ആക്ഷൻ പ്ലാൻ കരസേന ഇന്നലെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. കരസേനയെ സംബന്ധിച്ച് എവിടെയാണ് വാഹനമുള്ളതെന്ന് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെയല്ല അതിനു മുമ്പ് തന്നെ കൃത്യമായി ബോധ്യമുണ്ട്. കാരണം അവിടെ സോണാർ പരിശോധന നടത്തി, അതോടൊപ്പം തന്നെ റഡാർ ബേസ്ഡ് പരിശോധനകൾ നടത്തി. ഇതോടുകൂടി 2 സ്ഥലം ലൊക്കേറ്റ് ചെയ്തുള്ള പരിശോധനയായിരുന്നു ഇന്നലെ നടത്തിയത്. അതിനുശേഷം ഈ എക്സ്കവേറ്റർ എത്തിച്ചുകൊണ്ടുള്ള ആഴത്തിലുള്ള ഒരു പരിശോധന നടത്താൻ ശ്രമിച്ചു. പക്ഷേ ആ സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ശേഷി ആ എക്സ്കവേറ്ററിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അവിടേക്ക് എത്താൻ കഴിയുന്ന തരത്തിൽ റിവർ ബർത്ത് ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇന്ന് രാവിലെയോടുകൂടി തന്നെ ആ റിവർ ബർത്ത് പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതായത് മുഴുവൻ എല്ലാ സജ്ജീകരണങ്ങളും കരസേന ഒരുക്കിയിട്ടുണ്ട്. മെഡിക്കൽ സംവിധാനം അടക്കം എല്ലാ ദിവസവും ഇവിടെ സജ്ജമാണ്. ഏതായാലും ഈ ആക്ഷൻ പ്ലാൻ അനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രാപാൽ അടക്കമുള്ള ആളുകൾ എത്തുന്നതോടുകൂടി തന്നെ ഈ മേഖലയിൽ കൂടുതൽ കഴിവുള്ള ആളുകൾ കൂടി എത്തുന്നു. അതോടുകൂടി തന്നെ കൂടുതൽ ഏകോപനം, ഇന്നലെയൊക്കെ കൃത്യമായ ഏകോപനം നടന്നു, ഇന്നലെയും മെനഞ്ഞാന്നും ഒക്കെ കൃത്യമായ ഏകോപനം നടന്നു. കൂടുതൽ ഏകോപനം ഇന്നുണ്ടാവും എന്നുള്ളതാണ്. കാരണം കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഇവിടെ എത്തുന്നു, അതോടൊപ്പം തന്നെ മെഷീനറികൾ എത്തുന്നു. ഇതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഏതാണ്ട് 11 മണിയോടുകൂടി നിരീക്ഷണം ആരംഭിക്കും. അതിനുശേഷം ഏതാണ്ട് 1 മണിയോടുകൂടി തന്നെ ഈ ട്രക്ക് ലൊക്കേറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ അത് ഹൂക്ക് ചെയ്യാനും കഴിയും എന്നുള്ളതാണ്. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ഈ വാഹനം പുറത്തെത്തിക്കും. അതിനു മുമ്പതായി തന്നെ ഈ ലോറിയുടെ ക്യാബിനിൽ പരിശോധന നടത്തേണ്ടതുണ്ട്. അതിൽ സ്കൂബ ഡൈവേഴ്സ് ഈ പുഴയിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്. അവിടെ അർജുൻ ഈ ക്യാബിനിലുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമാകും ട്രക്കിനെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക. ആദ്യം അർജുന് തന്നെയാണ് പരിഗണന. അർജുനെ എത്തിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും, അതായത് സ്കൂബ ഡൈവേഴ്സ് ഇന്നലെ തന്നെ തയ്യാറായിരുന്നു. പക്ഷേ അവർക്ക് ഈ നദിയിലേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. പ്രത്യേകിച്ച് ശക്തമായ കുത്തൊഴുക്ക് തുടരുന്നു. ഇന്നലെ ഓറഞ്ച് അലേർട്ട് ആണ് ഇവിടെയുള്ളത്. ഇത്തരത്തിൽ പ്രതികൂലമായ ഒരു സാഹചര്യം കാലാവസ്ഥയുണ്ട്. പ്രതികൂലമായ കാലാവസ്ഥ നിൽക്കുമ്പോൾ എത്രത്തോളം താഴ്ചയിലേക്ക് ഇവർക്ക് സ്കൂബ ഡൈവേഴ്സിന് ഇറങ്ങാൻ കഴിയുമെന്നുള്ളൊരു സംശയം അവിടെ ബലപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിനൊരു മറ്റൊരു ഉപായം ഏതായാലും കരസേനയുടെ ഭാഗത്തും ഉണ്ടാവും എന്ന് ഉറപ്പാണ്. കാരണം അവർ ഇന്നലെ രാത്രി കൃത്യമായി ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചായിരിക്കും അവരുടെ ഓരോ നീക്കങ്ങളും. ഇന്നലെ അവരുടെ ഓരോ നീക്കത്തിൽ നമ്മൾ ആ പ്ലാനിങ് കൃത്യമായി കാണുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്ന് കൂടുതൽ ഉപകരണങ്ങൾ എത്തുന്നതോട് കൂടി തന്നെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഈ റിസർച്ചിന് ഒരു ഫലം ഉണ്ടാവും, ഒരു റിസൾട്ട് ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ കരുതുകയും ചെയ്യുന്നത്.